മൂന്ന് കായിക ഇനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ആദ്യം നീന്തുക, എന്നിട്ട് സൈക്ലിംഗ് ചെയ്യുക, എന്നിട്ട് വന്നിട്ട് ഓടുക. ഇത് മൂന്നും ഒന്നിനു പുറകെ ഒന്നായി നിർത്താതെ ചെയ്യുക. ഭ്രാന്താണോ എന്നല്ലേ? ഓക്കെ. ഈ ഒരു സ്പോർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രയാത്ലോൺ. ഇത് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ട്രയാത്ലീറ്റ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അരുൺജിത്ത് ഉണ്ണികൃഷ്ണൻ. ഞാൻ തൃശ്ശൂർ സ്വദേശിയാണ്. കൊച്ചിയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നു. വർക്ക് വൈസ് ഒരു HR പ്രൊഫഷണലാണ്. പാഷൻ വൈസ് ഐ എ ട്രയാത്ലീറ്റ്. ഞാൻ 3 അയൺമാൻ 70.3 ഫിനിഷറാണ്. 2 ഗോവ, 1 വിയറ്റ്നാം, അതുപോലെ തന്നെ ദുബായ് T100 ആൻഡ് അയൺമാൻ ചെന്നൈ 5150 ഫിനിഷറാണ്. So in order to create an awareness about triathlon in our community, I plan to do this video series. നമ്മൾ മാരത്തൺ ഇവൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ സൈക്ലിംഗ് ഇവൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നീന്തൽ മത്സരങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഭൂരിഭാഗം അല്ലെങ്കിൽ അധികം ആർക്കും അറിയാത്ത ഒരു ഇവൻ്റാണ് ട്രയാത്ലോൺ എന്ന് പറയുന്ന ഇവൻറ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ സീരീസിലൂടെ ബൈ ദി എൻഡ് ഓഫ് ദ സീരീസ് ഐ ഇൻറ്റെൻഡ് to make you believe, or probably I would want to inspire you and make you feel that yes, you can also do a triathlon. അപ്പോൾ സ്ട്രേറ്റ് ടു ദ പോയിന്റ്, ട്രയാത്ലണിൽ 3 ആക്ടിവിറ്റീസ് ആണുള്ളത്. അത് 3ഉം ഒരേ ഓർഡറിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ആദ്യം സ്വിമ്മിങ്, വിച്ച് ഇസ് ഓപ്പൺ വാട്ടർ സ്വിമ്മിങ്. അത് കഴിഞ്ഞിട്ട് സൈക്ലിംഗ്. അത് കഴിഞ്ഞിട്ട് യു റൺ ടുവേർഡ്സ് ദ ഫിനിഷ് ലൈൻ. ഓക്കെ. Now, what makes triathlon super special is that you don't have to be the fastest swimmer, you don't have to be the fastest cyclist, you don't have to be the fastest runner, unless of course you are training professionally. ഞാനിതിനെക്കുറിച്ച് ആദ്യം കേൾക്കുമ്പോൾ ഞാൻ ധരിച്ചത് ഇത് ഓൺലി ഒരു എലീറ്റ് അത്ലീറ്റ്സിന് മാത്രമായിട്ടുള്ളൊരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ഇത് ഞാൻ ആദ്യം അറിയുന്നത്, ഈ ഇവൻറ്റിനെ കുറിച്ച് ഞാൻ ആദ്യം അറിയുന്നത് UAE ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലബിൽ നിന്നാണ്. ദ നെയിം ഇസ് കേരള റൈഡേഴ്സ് UAE. അവരിൽ ആ ക്ലബിൽ പലരും ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ നിന്നും പിന്നെ ക്ലബ്ബ് ഓർഗനൈസ് ചെയ്ത പല അൾട്രാ എൻഡ്യോറൻസ് ഇവൻറ്റ്സിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് എനിക്കൊരു കോൺഫിഡൻസും ഒരു ധൈര്യമൊക്കെ ഇതിൽ കൂടുതൽ വന്നത്. എന്നിരുന്നാലും 42 വയസ്സ് വരെ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് പോലും പോകാൻ പേടിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നെപ്പോലൊരാൾ ഇന്ന് ഈ ഒരു റേഞ്ചിലുള്ള ഇവൻറ്റ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൺ തിങ് ദാറ്റ് ഐ ഗ്യാരണ്ടി ഈസ് ദാറ്റ് ഏതൊരു സാധാരണ ആളെ കൊണ്ടും ഇത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. So if you are hearing about triathlons for the first time, or if you want me to cover any specific topics in triathlon in my video series, do comment below this video. And of course, yes, do share this video with your friends or anyone whom you know who would want to or who aspires to do a triathlon in future, right? And എല്ലാ ട്രയാത്ലോൺസും അയൺമാൻ അല്ല. ബിക്കോസ് വെൻ വി ടോക്ക് അബൌട്ട് ട്രയാത്ലൺ, ആദ്യം മനസ്സിൽ ഓടിയെത്തുന്ന ഒരു പേരെന്ന് പറയുന്നത് അയൺമാൻ ആണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ്. ദർ ആർ മൾട്ടിപ്പിൾ കാറ്റഗറീസ് about which I will talk in my next video. So until then, you take care and goodbye.